ക്യുനൈറ്റ്സ് അക്കാഡമിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു ക്യുനൈറ്റ്സ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് ചാറ്റ് GPT എങ്ങനെ വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആകും എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, 10 മില്യൺ ആളുകളിലോട്ട് ഫ്രീ ആയിട്ട് AI എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ള ഒരു മിഷനോട് കൂടിയാണ് ക്യുനൈറ്റ്സ് അക്കാഡമി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഓരോ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചാറ്റ് GPT ആണ് നമ്മൾ ആദ്യത്തെ ടൂളായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ യൂസ് കേസുകളും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ലെവലിൽ എന്ത് ചെയ്യാണ് നമ്മൾ പരിചയപ്പെടുത്തി തരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ചാറ്റ് GPT എന്ന് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് GPTയുടെ വെബ്സൈറ്റിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഗൂഗിൾ നമ്മൾ ചാറ്റ് GPT എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 സൈറ്റുകൾ കാണാൻ പറ്റും. ചാറ്റ് GPT സ്മാർട്ട് ആൻഡ് സിമ്പിൾ, ഇൻട്രൊഡ്യൂസിങ് ചാറ്റ് GPT, chatgpt.com. നമ്മൾ chatgpt.com എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അപ്പോൾ ചാറ്റ് GPTന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചാറ്റ് GPTന്റെ യൂസർ ഇന്റർഫേസ് ഉണ്ടാകുക. ഇവിടെ ന്യൂ ചാറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിലാണ് ഈ ലെവലിൽ വരെ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യും, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ വീഡിയോസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാറ്റ് GPT വിദ്യാർത്ഥികൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ ചാറ്റ് GPT മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് GPTനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ആരാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു കൊടുക്കണേ. ഐ ആം സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ് സ്റ്റഡി എന്ന് കൊടുത്തു. Will you help me in my studies? അതായത് ചാറ്റ് GPTനോട് ഒരു 10ാം ക്ലാസ് ഏത് ക്ലാസ് ആയിക്കോട്ടെ, നമ്മൾ 7ാം ക്ലാസ് ആയിക്കോട്ടെ 6ാം ക്ലാസ് ആയിക്കോട്ടെ, ആർക്കും ചോദിക്കാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് കാണിച്ചതാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത്, എൻ്റെ പഠനത്തിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചോദിച്ചു, ഇവിടെ ഈ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തു, നമ്മൾ ചോദിച്ചു. അപ്പോൾ ഓഫ് കോഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാം, ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു വിത്ത് യുവർ സ്റ്റഡീസ് ഇൻ 10th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാൻ യു ടെൽ മീ വിച്ച് സബ്ജക്റ്റ് യു വുഡ് ലൈക്ക് ടു ഹെൽപ്പ് മീ ഫസ്റ്റ്? ഏത് സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ? മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, സംതിങ് എൽസ്. ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ കുറച്ച് മാത്സിൽ വീക്കാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മാത്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ. ഓക്കെ, മാത്സ് ഞാൻ എന്ത് ചെയ്തു, മാത്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ചാറ്റ് GPTനോട് മാത്സിലാണ് എനിക്ക് ഹെൽപ്പ് വേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാത്സിൽ എന്ത് ചെയ്തു, യെസ്, പെർഫെക്റ്റ് ചോയ്സ് ആണ്. ഈ മാത്സിൽ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അൽജിബ്ര പഠിക്കാനുണ്ട്, ട്രിഗണോമെട്രി പഠിക്കാനുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. അത് വേർഡ് പ്രോബ്ലംസ് ഏതാണ് നിങ്ങൾക്ക് or would you like me to make a study plan for 10ാം ക്ലാസ്സിൽ മാത്സ് പഠിക്കാൻ സ്റ്റഡി പ്ലാൻ എനിക്ക് തരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണോ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ മേക്ക് എ സ്റ്റഡി പ്ലാൻ ഫോർ മീ എന്നുള്ള നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10ാം ക്ലാസ്സിൽ മാത്സ് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ എനിക്ക് ചാറ്റ് GPT തയ്യാറാക്കി തന്നു എന്നുള്ളതാണ്. 2 മാസത്തേക്കുള്ള പ്ലാനാണ്. നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് GPTനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏത് ക്ലാസ് ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 10th സ്റ്റാൻഡേർഡ് മാത്സ് സ്റ്റഡി പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 ആഴ്ചക്കുള്ള അൽജിബ്ര ആൻഡ് പോളിനോമിയൽസ് എന്നുള്ള ടോപ്പിക്സിൽ നമുക്ക് പഠിക്കാം. അതിൽ പോളിനോമിയൽസ് എന്താണ്, ഡിവിഷൻ, അൽഗോരിതം, സീറോ ഓഫ് പോളിനോമിയൽസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഇത് ആദ്യത്തെ 2 ആഴ്ച നീ ഇത് പഠിക്കുക. 3ാമത്തെ ആഴ്ച നീ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിക്കുക. അതല്ല 4ാമത്തെ ആഴ്ചത്, 5ാമത്തെ ആഴ്ചത്. ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ എനിക്ക് തയ്യാറാക്കി തന്നുള്ളൂ. ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങളെ കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സ്പെഷ്യൽ യൂസ് കേസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതുപോലെ ഡെയിലി നമുക്ക് ഒന്നും കൂടി 8 ആഴ്ചക്കുള്ള വർക്ക് പ്ലാൻ തന്നു. മാത്രമല്ല നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെയിലി റൂട്ടീൻ, ഡെയിലി എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, 1.5 to 2 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. 30 മിനിറ്റ് കൺസെപ്റ്റ് പഠിക്കാൻ, 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം, 15 മിനിറ്റ് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് ടിപ്പ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു മെന്ററെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് GPT നമുക്ക് വിദ്യാർത്ഥികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സെറ്റ് ഓഫ്
വ്യത്യസ്ത യൂസ് കേസിന് വേണ്ടിയിട്ട് നമുക്ക് ചാറ്റ് ജി പി ടിനെ വിദ്യാർത്ഥിക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് പ്രോംപ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഹോംവർക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്നെ നീ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ്. അപ്പം ഞാൻ ഇവിടെ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രോംപ്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി അയക്കുകയാണ്. എന്താണ് നമ്മൾ ചോദിക്കുന്നത് ചാറ്റ് ജി പി ടിനോട്? അപ്പോൾ ഫോർ ഹോംവർക്ക്, അപ്പോൾ എക്സ്പ്ലെയിൻ, ഹോംവർക്കിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ, നമുക്ക് ഹോംവർക്കിന് വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഒരു ടോപ്പിക്ക് നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ബയോളജിയാണ് പഠിക്കുന്നത് വിചാരിക്കുക. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എനിക്ക് മാത്സ് തന്നെയാണ് വിചാരിച്ചോളൂ. ഇപ്പോൾ മാത്സിൽ എനിക്ക് സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ എനിക്ക് വേണ്ട കോർഡിനേറ്റ് ജോമെട്രിയിലാണ് എനിക്ക് ഹോംവർക്ക് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി സബ്ജക്റ്റ് ആക്കി കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ എന്ത് ചെയ്തു, explain coordinate geometry. The coordinate geometry in simple term suitable for a class. നിങ്ങൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ, കോർഡിനേറ്റ് ജോമെട്രി സ്യൂട്ടബിൾ ഫോർ ക്ലാസ് 10. നമ്മൾ 10th ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. 10th ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് കോർഡിനേറ്റ് ജോമെട്രിനെ കുറിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരണം എന്നുള്ളതാണ് ടോപ്പിക് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് എന്താണ് ചാറ്റ് ജി പി ടി എനിക്ക് ഉത്തരം തരുന്നത്, ലെറ്റ്സ് മേക്ക് കോർഡിനേറ്റ് ജോമെട്രി ആൻഡ് പ്രോബബിലിറ്റി സൂപ്പർ സിമ്പിൾ ഫോർ യു എന്ന് പറഞ്ഞപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ 10th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുട്ടി എങ്ങനെ ഇമേജിൻ യുവർ മാക്സ് കോപ്പി പേജ് വിത്ത് എക്സ് ആക്സിസും വൈ ആക്സിസും അതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല, മിഡ് പോയിന്റ് ഫോർമുല, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചാറ്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാർത്ഥിക്ക് പ്രോബ്ലംസ് ചെയ്യാൻ, ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആ ലെവലിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചാറ്റ് ജി പി ടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഹോംവർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിക് എന്താ നമുക്ക് കൊടുക്കേണ്ടത്, വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യുക, നോട്ടും പേനൊക്കെ എടുത്ത് നോട്ട് ചെയ്യാവുന്നതാണ്. എക്സ്പ്ലെയിൻ, ഏത് ടോപ്പിക്കാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ, ഫോട്ടോസിന്തസിസ് ആണ്, ബയോളജി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ഫോട്ടോസിന്തസിസ് ഇൻ സിമ്പിൾ ടേംസ് suitable for in the standard, suitable for 10th standard അല്ലെങ്കിൽ suitable for 6th standard. നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് വെച്ച് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോപ്പിക്കിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചാറ്റ് ജി പി ടി പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു യൂസ് കേസ് നമുക്ക് നോക്കിയാലോ. വിദ്യാർത്ഥിയാണ്, നമുക്ക് അടുത്തൊരു യൂസ് കേസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സമ്മറൈസ് നോട്ട് സമ്മറൈസ് ചെയ്യാൻ. Summarize the following notes or on topic into number, key points or short terms. ഒരു നോട്ട്, നമുക്ക് നോട്ട് ഉണ്ട്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കണം, ഒരു പാരഗ്രാഫ് വന്നിട്ട് നമുക്ക് നോട്ട് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് എന്ത് പ്രോംപ്റ്റ് കൊടുക്കാം, നമുക്ക് ഈ പ്രോംപ്റ്റ് ഒന്ന് ജസ്റ്റ് കോപ്പി പ്രോംപ്റ്റ് സമ്മറൈസ് ദ ഫോളോയിങ്, നമുക്ക് ഒരു പുതിയൊരു ചാറ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്ക് ചോദിക്കുകയാണ്, നമുക്ക് ഏതെങ്കിലും ഒരു നമ്മൾ ടെക്സ്റ്റ് PDF ഒക്കെ നമുക്കിപ്പോൾ 10th ക്ലാസ്സിലെ ഒരു 10th നമുക്കെടുക്കാം, 10th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബയോളജി ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്ന് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്യാണ്. എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, അപ്പം ഞാൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. NCERT ഗുരുവിൽ എന്തുണ്ട്, 10th ബയോളജി സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെയും പഠിക്കാവുന്നതാണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഉണ്ട്, പാർട്ട് 1 എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. PDF ഫോമാറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ബയോളജി 10th ക്ലാസ്സിലെ പാർട്ട് 1 ആണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പാരഗ്രാഫിൻ്റെ എന്ത് ചെയ്യണം, എനിക്ക് സമ്മറി തരണം, അല്ലെങ്കിൽ സമ്മറി ഓഫ് നമുക്കൊരു ചാപ്റ്ററിൻ്റെ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ബയോളജി പഠിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് എന്നാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്നുള്ള ബയോളജി ചാപ്റ്റർ ആണ് നമുക്കിവിടെ കാണുന്നത്, സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടിനെ കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ചോദിക്കുന്നത് എന്താണ്, സമ്മറി തരണം. നമ്മൾ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ പോകുന്നത് സമ്മറി ദ ഫോളോയിങ് നോട്ട്സ് ഓർ ടെക്സ്റ്റ് ഓൺ ടോപ്പിക് into key points or short summary. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷോർട്ട് പോയിന്റുകളാക്കിയിട്ട് തരണം എന്ന് ചാറ്റ് ജി പി ടിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ സമ്മറി ദ ഫോളോയിങ് നോട്ട്സ്, അതായത് ടെക്സ്റ്റ് ഓൺ ടോപ്പിക്, ഈ ടോപ്പിക്കിലുള്ള ടോപ്പിക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു പോയിന്റുകളാക്കിയിട്ട് നമുക്ക് ഷോർട്ട് സമ്മറി ആയിട്ട് തരണം എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഏത് ടോപ്പിക് എന്നുള്ളത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്തെടുക്കാം, ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ നോട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ചാറ്റ് ജി പി ടിനോട് എന്ത് ചോദിക്കാൻ പോവാണ്,
ഞാൻ ആദ്യം എന്ത് ചാറ്റ് ജി പി ടി കൊണ്ട് ഈ നോട്ട് എന്ത് ചെയ്തു, ഈ നോട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം എന്ത് ചെയ്തു, ഞാൻ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് തരണം, എൻ്റെ നമ്പർ കീ പോയിന്റ്സ് ഓർ ഷോർട്ട് സമ്മറി ആയിട്ട് തരണം എന്ന് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു പാർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഈ പാരഗ്രാഫിലുള്ള മേജർ പോയിന്റ്സ് ഒക്കെ എനിക്ക് പോയിന്റുകളായി 4 പോയിന്റ് ആക്കി തന്നു. സ്പെഷ്യലൈസ്ഡ് സെൽ കാൾഡ് റിസപ്റ്റേഴ്സ് റിസീവ് സ്റ്റിമുലി ആൻഡ് ജനറേറ്റ് ഇമ്പൾസ് ഫ്രം റിസപ്റ്റേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ. അപ്പൊ ഇങ്ങനെ ഒരു പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ പാരഗ്രാഫിലെ പോയിന്റുകളായി 4 പോയിന്റുകളായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ സമ്മറൈസ് ചെയ്തിട്ട് പോയിന്റുകളാക്കി തരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തോന്നുന്നുള്ളതാണ്. അതൊരു യൂസ് കേസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജി പി ടി കൊണ്ട് നിങ്ങൾക്ക് പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യാൻ, നോട്ട്ബുക്ക് സമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അടുത്ത നമ്മൾ യൂസ് കേസ് നോക്കുകയാണെങ്കിൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് എങ്ങനെ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ന ടോപ്പിക് നമുക്ക് ചോദിക്കുകയാണ്, ക്രിയേറ്റ് നമ്പർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. നമുക്ക് 10 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എനിക്ക് തയ്യാറാക്കി തരണം ഇന്ന ടോപ്പിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജി പി ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനുള്ള ഉത്തരം തരും. വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, ക്രിയേറ്റ് 10 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓൺ ദ ടോപ്പിക് ഫോട്ടോസിന്തസിസ് ടു പ്രിപ്പയർ ഫോർ ആൻ എക്സാം എന്ന് കൊടുക്കുക. വിത്ത് ആൻസറോട് കൂടിയുള്ള എന്ത് ചെയ്യണം, എനിക്ക് തരണം എന്ന് പറഞ്ഞ ചാറ്റ് ജി പി ടി അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് എന്താണ് ഞാൻ അടുത്തൊരു യൂസ് കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ക്രിയേറ്റ് എത്ര നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10 നമ്പർ അല്ലെങ്കിൽ ഒരു 5 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ടു പ്രിപ്പയർ ഓൺ ദ ടോപ്പിക് എന്ത് ചെയ്യണം, ഓൺ ദ ടോപ്പിക് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിനെ കുറിച്ച് എനിക്ക് എന്ത് ചെയ്യണം, 5 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ തരണം എന്ന് ഞാൻ സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് കറക്റ്റ് ആക്കി കൊടുക്കാം. എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസിനെ കുറിച്ച്, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്, റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്, അങ്ങനെ 5 പ്രാക്ടീസ് ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തെന്നിട്ട് ചാറ്റ് ജി പി ടി തന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഭയങ്കര യൂസ്ഫുൾ അല്ലേ ഇത്? നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജി പി ടിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസിലോട്ട് പോകാവുന്നതാണ്. എസ് എ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. റൈറ്റ്, നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് എസ് എ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എസ് എയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം അല്ലേ? ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോംപ്റ്റ് എന്താ, റൈറ്റ് എ വേർഡ് കൗണ്ട് ഓർ വേർഡ് എസ് എ ഓൺ the topic structure with introduction, body and conclusion. Introduction വേണം, ബോഡിയും കൺക്ലൂഷനും വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് തരും എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് എ വേർഡ് കൗണ്ട് ഓർ വേർഡ് എസ്സേ ഓൺ ദ ടോപ്പിക്. നമുക്ക് ഫോട്ടോസിന്തസിസിന്റെ എക്സാമ്പിൾ ആക്കി എടുക്കാം. അപ്പൊ 5 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നു. ഇനി ഫോട്ടോസിന്തസിനെ കുറിച്ച് എനിക്ക് ഒരു എസ്സേ എഴുതണം എന്ന് നോക്കിയാൽ, സിന്തസിസിനെ കുറിച്ച് എനിക്ക് ഒരു എസ്സേ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചാറ്റ് ജി പി ടി എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗോട്ട് ഇറ്റ്, പ്ലീസ് ഗീവ് മീ, ടെൽ മീ ദ വേർഡ് കൗണ്ട് ലൈക്ക് എസ്സേ. 150 എത്ര വേർഡ്സ് ആണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യും, ഒരു 150 വേർഡ്സിന്റെ ആണെന്ന് പറഞ്ഞാൽ 150 വേർഡ്സിന്റെ കൊടുക്കുക. അപ്പോൾ 150 വേർഡ്സിന്റെ ഒരു എസ്സേ നമുക്ക് വേണ്ടി ചാറ്റ് ജി പി ടി നമുക്ക് എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 150 വേർഡ്സിൽ ഒരു എസ്സേ നമുക്ക് തയ്യാറാക്കി തന്നപ്പോൾ എക്സാമിനേഷനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ, 150 വേർഡ്സിന് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുന്ന പറയുമ്പോൾ ഒരു ബോഡി ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഒരു ബോഡി കൊടുത്തു, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി 100 വേർഡ്സിലാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ്, പിന്നെ നമുക്ക് യൂസ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ ടീച്ച് മീ എന്ത് ചെയ്യാം, നമുക്ക് ടീച്ച് മീ യൂസ്ഫുൾ ഫ്രേസ് ഇൻ ലാംഗ്വേജ് റിലേറ്റഡ് ടു സിറ്റുവേഷൻ, മീനിങ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് 5 യൂസ് കേസ് വേണമെന്ന് പറഞ്ഞാൽ അതും ചാറ്റ് ജി പി ടി നമുക്ക് തയ്യാറാക്കി തരും. അത് കോഡിംഗ് അസിസ്റ്റന്റ്, കോഡിംഗ് പഠിക്കാൻ വേണ്ടി റൈറ്റ് എ പ്രോഗ്രാം ഇൻ സി ലാംഗ്വേജ് ടു പ്രോബ്ലം, പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള കോഡിംഗ് ചാറ്റ് ജി പി ടി നമുക്ക് തയ്യാറാക്കി തരും. അത് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജി പി ടിയിൽ ഇതേ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സച്ച് റിലയബിൾ സോഴ്സ് ആൻഡ് കീ പോയിന്റ് ഫോർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യണം,
ഈ പ്രോംപ്റ്റ് നമുക്ക് ടോപ്പിക് കൊടുക്കാം. നമുക്ക് ഈ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് തരുന്നുള്ളതാണ്. പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ആൻ ഔട്ട്ലൈൻ ഫോർ പ്രസന്റേഷന് വേണ്ടി കണ്ടന്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ChatGPT യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ChatGPT യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊക്കെ ടൈം ഫ്രെയിം സ്റ്റഡി എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടൈം ഫ്രെയിം ഉണ്ടാക്കി തരണം. എക്സാമിനേഷന് വേണ്ടിയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ ബ്രേക്കും അതുപോലെ പ്രയോറിറ്റീസ് ഒക്കെ നോക്കിയിട്ട് തരണം എന്ന് പറഞ്ഞാൽ അതും എന്ത് ChatGPT നമുക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ള നമുക്ക് നോക്കാം. ടൈം ഫ്രെയിം സ്റ്റഡി വർക്കിന് വേണ്ടിയുള്ള എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്ക് തയ്യാറാക്കി തരണം നമ്മൾ പറയുകയാണ്. എന്താണ് പ്രോംപ്റ്റ്? എന്താണ്? മേക്ക് എ ടൈം ഫ്രെയിം ഓർ സ്റ്റഡി വർക്ക് ഷെഡ്യൂൾ ഫോർ ഗോൾ ഓർ എക്സാം ഇൻക്ലൂഡിംഗ് ബ്രേക്സ് ആൻഡ് പ്രയോറിറ്റീസ്. അപ്പോൾ നിങ്ങളെ ഗോൾ എന്താണ്, എക്സാമിനേഷൻ ഏത് ടോപ്പിക്കാണെന്ന് കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു തരും. ഓക്കെ, നമ്മൾ കുഡ് യു ഗീവ് മീ ടൈം ഫ്രെയിം, എത്ര വൺ വീക്കാണോ 1 മന്തിനുള്ള ടൈം ഫ്രെയിം ആണോ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 വീക്ക് കൊടുക്കാം. എക്സാമിന് വേണ്ടിയിട്ടാണ് വേറെ എന്തെങ്കിലും ഗോളാണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് 1 വീക്കാണ്, 1 വീക്കിനുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്ലാൻ ആര് ഉണ്ടാക്കി തരും? ChatGPT നമുക്ക് തയ്യാറാക്കി തരും എന്നുള്ളതാണ്. അപ്പൊ ഡേ 1 ഡേ 2 ഒരാഴ്ചക്കുള്ള സമയം നമുക്ക് വേണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ ടോപ്പിക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തയ്യാറാക്കി തരാൻ പറ്റും. ലാസ്റ്റ് യൂസ് കേസ് നമുക്ക് നോക്കാം. ChatGPT കൊണ്ട് നമുക്ക് ക്രിയേറ്റ് പ്രൊജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ഐഡിയാസിന് വേണ്ടിയിട്ട് ChatGPT കൊണ്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ പല വിദ്യാർത്ഥികളും നമ്മളോട് കോൺടാക്ട് ചെയ്യാറുണ്ട്, പ്രൊജക്ടിന് വേണ്ടി ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗീവ് മി എ ക്രിയേറ്റീവ് ഐഡിയ ഫോർ എ പ്രൊജക്ട് ഓർ പോസ്റ്റ് ഓർ എ ക്യാമ്പയിൻ വിത്ത് സ്ലോഗൻ ഓർ വിഷ്വൽസ് അല്ലേ. അപ്പോൾ ക്രിയേറ്റീവ് ഐഡിയാസിന് വേണ്ടിയിട്ട് ChatGPT കൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT നമുക്ക് എന്തുതരും, അതിനുള്ള റിസൾട്ടും ChatGPT നമുക്ക് തരും എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റീവ് പ്രൊജക്റ്റിന് വേണ്ടി ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് കാർസിനെ കുറിച്ചാണ് വിചാരിക്കുക. ഇലക്ട്രിക് കാർസിൽ ഗീവ് മി എ ക്രിയേറ്റീവ് ഐഡിയ ഫോർ എ പ്രൊജക്ട് ഓൺ ഇലക്ട്രിക് കാർസ് വിത്ത് സ്ലോഗൻ ഓർ വിഷ്വൽസ് എന്ന് ഞാൻ കൊടുക്കാം. ഇലക്ട്രിക് കാർസിനെ കുറിച്ചുള്ള ക്രിയേറ്റീവ് ഐഡിയാസ്, പ്രൊജക്റ്റിന് ആവശ്യമായ ക്രിയേറ്റീവ് ഐഡിയാസ് ആണ് ഇതുകൊണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് അധികം 6ഓളം ക്രിയേറ്റീവ് അപ്രോച്ചുകൾ എൻവയോൺമെന്റൽ അവയർനെസ് പോസ്റ്റർ ഉണ്ടാക്കാം, ഫിഷർ ടെക് ക്യാമ്പയിൻസ്, കോസ്റ്റ് എഫിഷ്യൻസി ആൻഡ് അവയർനെസ്, ഇന്ററാക്റ്റീവ് സ്കൂൾ ആൻഡ് കോളേജ് പ്രൊജക്ട്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്, ഫൺ ക്രിയേറ്റീവ് അപ്രോച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും യൂസ് കേസുകൾ, 10ഓളം യൂസ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂസ് കേസിലൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പം ഇത് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അങ്ങനെ നമ്മളെ മിഷൻ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ വേണം, സപ്പോർട്ട് ചെയ്യണം. 10 മില്യൺ ആളുകളിലോട്ട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ വ്യത്യസ്ത യൂസ് കേസുകൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ക്യുനൈറ്റ് അക്കാദമി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ യൂട്യൂബിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് സാക്ഷരത എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.